ഹായ് ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് MCO03 യൂണിറ്റ് 16 ആണ്, ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് 2. ഓക്കെ, നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിൻ്റെ 1 നമ്മൾ ഓൾറെഡി യൂണിറ്റ് 15 കവർ ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ട് വരുന്ന നെക്സ്റ്റ് യൂണിറ്റാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് 2 എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ സ്ട്രക്ചർ ഇവിടെ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, സ്മാൾ സാമ്പിൾ വേഴ്സസ് ലാർജ് സാമ്പിൾ, സ്റ്റുഡൻറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ ടു ഡിറ്റർമൈൻ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പോപ്പുലേഷൻ മീൻ, ആപ്ലിക്കേഷൻ ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് റിഗാർഡിംഗ് മീൻ, ടി ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ്, ടി ടെസ്റ്റ് ഫോർ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്, ഹെഡ് സം അപ്പ്, പിന്നെ അതിൻ്റെ കീവേഡ്സും സിമ്പിൾസും. ഓക്കെ, അപ്പം ഇത്തരം ഏരിയസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കവർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സമ്മപ്പിൽ ദിസ് യൂണിറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് ദ പ്രീവിയസ് യൂണിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, പ്രീവിയസ് യൂണിറ്റിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള യൂണിറ്റാണ്. വേർ വി ഡിസ്കസ്ഡ് ദ പ്രോബ്ലംസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് ഇൻ ഡീറ്റെയിൽ. നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഡീറ്റെയിൽ ആയിക്കൊണ്ട് എന്ത് ചെയ്തു, അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഫസ്റ്റ് ദ ഡിസ്റ്റിങ്ഷൻ മെയ്ഡ് ബിറ്റ്വീൻ സ്മാൾ സാമ്പിൾ ആൻഡ് ലാർജ് സാമ്പിൾ. ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്, സ്മാൾ സാമ്പിളും അതുപോലെ ലാർജ് സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ഡിസ്റ്റിങ്ഷനാണ് നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇഫ് ദ സാമ്പിൾ സൈസ് ഡസ് നോട്ട് എക്സീഡ് 30, ഒരു സാമ്പിൾ സൈസ് എന്തല്ല, അത് 30-നേക്കാളും കൂടുതലില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എ സ്മാൾ സാമ്പിൾ. അതെന്താണ്, സ്മാൾ സാമ്പിളാണ്. അപ്പം 30 സാമ്പിളിനേക്കാളും കുറവാണ് നമ്മുടെ സാമ്പിൾ സൈസ് എങ്കിൽ അതെന്താണ്, അത് സ്മാൾ സാമ്പിളാണ്. ഓക്കെ, ആൻഡ് വി അപ്ലൈ എക്സാക്റ്റ് ടെസ്റ്റ് ആൾസോ നോൺ ആസ് എ സ്മാൾ സാമ്പിൾ ടെസ്റ്റ്. അത്തരം കേസ് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് സ്മാൾ സാമ്പിൾ ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, then in particular if the assumptions of normally hold and the population is unknown. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ദ അസംഷൻസ് എന്താണ്, നോർമാലിറ്റി, പോപ്പുലേഷൻസ് ആൻഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല എന്നല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു ടി ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് മീൻ. നമ്മളിവിടെ ടി ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് ടെസ്റ്റിംഗ് മീനായിട്ട്. ഓക്കെ, എ വേരിയേഷൻ ഓഫ് ടി ടെസ്റ്റ് ഈസ് ഇറ്റ്സ് ആപ്ലിക്കബിലിറ്റി ടു ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് വേർ ദ എഫക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ആഫ്റ്റർ എലിമിനേറ്റിംഗ് അതർ സോഴ്സ് ഓഫ് വേരിയേഷൻ. ഇഫ് ദ സാമ്പിൾ സൈസ് എക്സീഡ് 30, ഇനി സാമ്പിൾ സൈസ് എന്താണ് 30-നേക്കാൾ എക്സീഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു അപ്രോക്സിമേറ്റ് ടെസ്റ്റ് ആൾസോ ടേംഡ് ആസ് എ ലാർജ് സാമ്പിൾ ടെസ്റ്റ്. അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എന്ത്, ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാം. ഓക്കെ, these large sample tests are applicable without a set of assumptions. നമുക്ക് ഇത് അപ്ലിക്കബിൾ ചെയ്യാം എങ്ങനെയാണെങ്കിൽ പോലും സെറ്റ് ഓഫ് അസംഷൻസ് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് എന്ത്, ലാർജ് സാമ്പിളിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഓക്കെ, and then next we have considered the problem of finding 100% confidence interval for population mean applying t distribution. Coming back to the problem of testing for population mean, for testing it is 0 standard against both sides. Alternative hypothesis that your critical region percentage level of significance is given by, അതായത് ഇവിടെ ഇതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കോൺഫിഡൻസ് ലെവൽ, അതുപോലെ സിഗ്നിഫിക്കൻസ് ലെവൽ, അതിൻ്റെ മറ്റ് പ്രോബ്ലം ഏരിയാസാണ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തിലായിട്ട് വി ഹാവ് കൺക്ലൂഡഡ് അവർ ഡിസ്കഷൻ ബൈ ഡിസ്ക്രൈബിംഗ് പെയ്ഡ് ടി ടെസ്റ്റ് ആൻഡ് ദ ക്രിട്ടിക്കൽ റീജിയൻ ഫോർ ടി ടെസ്റ്റ് അപ്ലൈഡ് ടു ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്. ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസിൽ എങ്ങനെയാണ് ക്രിട്ടിക്കൽ റീജിയൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ അതിൻ്റെ ടെസ്റ്റ് പെയ്ഡിന് ഡിസ്ക്രൈബിങ്ങും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഏരിയാസ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഹൈപ്പോതെസിസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ചാപ്റ്ററാണ് ഈ ഒരു യൂണിറ്റ്. അതുപോലെ ഇവിടെ നമ്മൾ സാമ്പിൾ സൈസാണ് വളരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. 30 സാമ്പിളിന് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലാർജ് സാമ്പിളായിട്ടും, അതുപോലെ 30ക്ക് ബിലോ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്മാൾ സാമ്പിളായിട്ടും പരിഗണിക്കും. ഓക്കെ, നമുക്കിതിലുള്ള കീവേഡ്സുകളൊന്ന് നോക്കാം. കീവേഡ്സ് ഫസ്റ്റായിട്ട് വരുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ്. ഇഫ് x1 x2 xn independent standard normal variable, then sigma x1 square follow chi square distribution with
എന്താണ് മിഡ് പോയിൻ്റ് ആൻഡ് ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം, ഡി എഫ് എന്ന് പറയും. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓർ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആണ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ ലാർജ് സാമ്പിൾസ്, വെൻ സാമ്പിൾ സൈസ് ഈസ് മോർ ദാൻ 30, സാമ്പിൾ സൈസ് എന്താവാം 30-നേക്കാളും കൂടുതൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ലാർജ് സാമ്പിളാണ്. ദെൻ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഓർ approximate test based on large sample. Then paired sample, another term used for dependent samples. Dependent samples നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേം ആണ് എന്ന് പറയുന്നത് പയേർഡ് സാമ്പിൾ എന്നുള്ളത്. ദെൻ സ്മാൾ സാമ്പിൾ, വെൻ സാമ്പിൾ സൈസ് ഈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ അത് സ്മാൾ സാമ്പിൾ ആണ്. ദെൻ സ്മാൾ സാമ്പിൾ ടെസ്റ്റ് ഓർ എക്സാക്ട് ടെസ്റ്റ്. സ്മാൾ സാമ്പിൾ ടെസ്റ്റ് ഓർ എക്സാക്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ബേസ്ഡ് ഓൺ സ്മാൾ സാമ്പിൾ ഓൺലി. നമ്മൾ സ്മാൾ സാമ്പിൾ മാത്രമായിട്ട് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, സ്മാൾ സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ടി ഡിസ്ട്രിബ്യൂഷൻ, ഇഫ് എക്സ് ഈസ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആൻഡ് ഈസ് എ കൈ സ്ക്വയർ വിത്ത് എം ഡി എഫ് ആൻഡ് എക്സ് യു ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ദെൻ ദ റേഷ്യോ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫോളോ ടി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അതിൻ്റെ ഇക്വേഷൻസാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിക്കൊണ്ട് സാമ്പിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ സൈസിനെ കുറിച്ചും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.